ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്പോ ഗെയിമർ. മറ്റൊരു കിടക്കച്ചിലേക്ക് എല്ലാ കൂട്ടർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് വരുന്ന ഏതെങ്കിലും കൂട്ടുകാരുടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് കമന്റ് ചെയ്യാൻ മറക്കൽ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ ഒരു സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇത് എപ്പിസോഡ് 1 ആണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് മോഡ് പാക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ട്രീ ക്യാപിറ്റേറ്റർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് വീഡിയോ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പോഴേ ഞാനൊരു വില്ലേജിൻ്റെ സീഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നോർമൽ വില്ലേജിൻ്റെ ഒരു സീഡ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഗീസ്. ഓക്കെ, അപ്പോൾ ആ വില്ലേജിൻ്റെ സീഡ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പോയി എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സീഡ് പോയി കളക്ട് ചെയ്ത് അടുത്ത് ചെറിയ ബ്ലോസം ഉണ്ട്, അടുത്ത് വില്ലേജും ഉണ്ട് ഗീസ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ട്രീ ക്യാപിറ്റേറ്റർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് 3-4 മോഡ് പാക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഒന്ന് ട്രീ ക്യാപിറ്റേറ്റർ കേട്ടോ, ഇത് ട്രീ ക്യാപിറ്റേറ്ററിൻ്റെ ആണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഡൈനാമിക് ലൈറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ നമുക്കിപ്പോൾ ബെഡ്റോക്ക് എഡിഷനിൽ ലെഫ്റ്റ് ഹാൻഡ് ഇത് വെക്കാൻ പറ്റത്തില്ലല്ലോ, ടോർച്ച്. അപ്പോൾ നമുക്കത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് വെക്കാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വുഡ് എടുത്ത് വെട്ടിക്കളയാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൂം എഫക്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ കാണിച്ചു തരാം. ഇത് PC-യിൽ മാത്രമേ പറ്റത്തുള്ളൂ, ജാവ എഡിഷനിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബെഡ്റോക്ക് എഡിഷനിലും പറ്റുന്ന ഒരു മോഡ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ ഷിഫ്റ്റ് ചെയ്താൽ നമുക്കിങ്ങനെ സൂം ചെയ്യാം ഗീസ്. ഓക്കെ, പിന്നെയും തിരിച്ച് ഡബിൾ ക്ലിക്ക് ഷിഫ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ ആവും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു മോഡ് പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് ബെഡ്റോക്ക് എഡിഷനിലെ വർക്കാവത്തോളം തോന്നുന്നു കേട്ടോ, എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ ഞാൻ അങ്ങനെ പിശിക്കൊന്നും ഇതാക്കത്തില്ല. മറ്റുള്ള യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയ്ഡറും ഇങ്ങനെ ടെക്സ്ചറും അങ്ങനെയൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല കേട്ടോ. ചില യൂട്യൂബേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ അല്ല, ഞാൻ സെറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ പറയും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ എല്ലാം സെറ്റാക്കി തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ റിസോർച്ച് പാക്ക് ആയിട്ട് നമ്മളൊരു ഷെയ്ഡറും ഒരു ടെക്സ്ചറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡ് 2-ൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പോയി ഡൗൺലോഡ് ചെയ്തെടുത്തു സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ കുറച്ച് മരം വെട്ടി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബേസിക് ടൂൾസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇൻവെൻറ്ററി പോയിട്ട് ഇതൊക്കെ അങ്ങോട്ട് പ്ലാങ്ക് ആക്കി എടുക്കാം സുഹൃത്തുക്കളെ. ഓക്കെ, എന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ കേട്ടോ. കുറച്ച് ടൂൾസിന് വേണ്ടി ഒരു 24 സ്റ്റിക്ക് ഇരുന്നോട്ടെ. പിന്നെ ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ബേസിക് ടൂളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വുഡൻ ആക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ട്രീ ക്യാപിറ്റേറ്ററിൻ്റെ മോഡ് കാണിച്ചു തരാം. ഓക്കെ, അതാണ്. പിന്നെ ഒരു സോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു പിക്കാക്സും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഒരു പിക്കാക്സും കൂടെ നമ്മളെടുത്ത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി വെട്ടാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ട്രീ ക്യാപിറ്റേറ്റർ മോഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ട്രീ ക്യാപിറ്റേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മരം നിങ്ങളെ വെട്ടി കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ മരം നമ്മൾ വെട്ടിക്കഴിയുവാണെങ്കിൽ അതാണ് നമ്മുടെ മൊത്തം മരവും വേണ്ട പൊട്ടി താഴെ വരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ജോലി തീർക്കാമല്ലോ. അപ്പോൾ ഈ മരം വെട്ടി നമുക്ക് മെനക്കെടണ്ട. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ട്രീ ക്യാപിറ്റേറ്റർ അങ്ങോട്ട് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ ഡൈനാമിക് ലൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അത് ഞാൻ ഉടനെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ടൂൾസൊക്കെ വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ വില്ലേജേഴ്സിൻ്റെ ബെഡൊന്നും എടുക്കണ്ട ഗൈസ്. നമുക്ക് ആദ്യം തന്നെ വേറെ എന്തെങ്കിലും നമ്മുടെ ഒരു ഷീപ്പിനെ കൊന്നിട്ട് നമുക്ക് തന്നെ ഒരു ബെഡ് ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് കിടക്കാനായിട്ടൊരു സ്ഥലം ഇവിടെ സെറ്റാക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് തൽക്കാലം ഇവിടെ റീസോൺ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ചെസ്റ്റ് ഇരിപ്പുണ്ട്, ഇതിനകത്ത് ബുക്ക് പൊട്ടറ്റോ ഒക്കെ ഇരിപ്പുണ്ട്. അത് തൽക്കാലം അവിടെ നോട്ടെ. ഈ ആപ്പിൾ മാത്രം വെക്കാം, കുറച്ച് ഫുഡിനെ. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു ചെസ്റ്റിനകത്ത് വെച്ചേക്കാം. നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചെസ്റ്റിനകത്ത് വെച്ചേക്കാം. ഇത് നമ്മുടെ കൈ വേണം, എന്നാലും ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ ഫുഡുണ്ട്. നമുക്ക് ഈ ഒരു ഷീപ്പിനെ കൊന്നിട്ട് വരാം. അല്ലേ ഷീപ്പിനെ കൊല്ലണോ? കാരണം ബെഡും ആയി. എന്നാൽ നമുക്ക് വില്ലേജ് ലൂട്ട് ചെയ്യാം അല്ലേ? നമുക്ക് വില്ലേജ് അങ്ങോട്ട് ലൂട്ട് ചെയ്യാം. വില്ലേജിലൊന്നും ഇല്ല കേട്ടോ, ഈ വില്ലേജിലൊന്നും ഒന്നുമേ ഇല്ല. ഇത് നോർമലായിട്ടുള്ള വില്ലേജ് സീഡാണ് കേസ്. ഓക്കെ, അതുകൊണ്ട് ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയോ ഇതിനകത്തൊക്കെ ഒന്നുമില്ല. ഇതൊരു ലൈബ്രറിയൻ്റെ വീടാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമുക്ക്
ഓരോരോ വീടങ്ങോട്ട് നോക്കാം, എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. കാരണം നമ്മൾ വില്ലേജ് നോക്കാം നമുക്ക്. ഇത് മറ്റേ ഇല്ലല്ലോ, അവൻ്റെ സ്മോക്കർ വെച്ച് പണിയുന്ന അവൻ്റെ വീടാണിത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കേ ഈ വില്ലേജ് ലൂട്ടാനായിട്ട് ഇതിനകത്ത് ചെസ്റ്റ് ഒന്നും ഇല്ലല്ലോടാ. ചെസ്റ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല ഗെയ്സ് ഇതിനകത്ത്. ഓക്കെ, അതുകൊണ്ട് ആ വീട്ടിൽ എന്തെങ്കിലും കാണും കേട്ടോ. ആ വീട്ടിൽ ഒരു ചെസ്റ്റ് കാണോ, എന്തെങ്കിലും കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അതിനകത്ത് ഒരു ബണ്ടിൽ കിട്ടി, ബണ്ടിൽ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ എടുക്കാം. നമ്മുടെ ആപ്പിളെല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ പൊട്ടറ്റോയും കൂടി ഇങ്ങനെ എടുത്തോ. പൊട്ടറ്റോ നമുക്ക് ആവശ്യം വരും, കാരണം ഫാമിന് നമുക്ക് പൊട്ടറ്റോ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പിന്നെ നമുക്ക് ഒരു ബെഡ് തപ്പിപ്പോണം. ബെഡിന് ഇതിനെ കൊല്ലാം. ഓക്കെ, ഒരു വൂള് കിട്ടിയിട്ടുണ്ട്. നമുക്കേ ഒരു 2 വൂളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം നമുക്കേ 2 ഷീപ്പിനെയും കൂടി ഇവിടെ എവിടെയെങ്കിലും നോക്കാണ്ട്. പൂച്ചയൊക്കെ പോകണുണ്ട്. ഒരു ഷീപ്പിനെയും കൂടെ കിട്ടി. അത് വില്ലേജറിൻ്റെ ഷീപ്പാണ് ഗൈസ്. ഓക്കെ, അത് വേണ്ട നമുക്കേ. വില്ലേജർമാരുടെ അവരുടെ ഒന്നും അങ്ങനെ എടുക്കണ്ട. ഓക്കെ, നമുക്ക് ഫുഡിന് നമുക്ക് വേണമെങ്കിൽ ഒരു വല്ല ഹേബേലോ അങ്ങനെ വല്ലതും ഉണ്ടേ എടുക്കാം, അല്ലാതെ ഒന്നും എടുക്കണ്ട. ഓക്കെ, നമ്മൾ ഒരു ഷീപ്പിനെ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡൈ വേണം കേട്ടോ, ഈ ഗ്രേ വൂള് വൈറ്റ് വൂളാക്കാനോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് കിട്ടി. ഒരു ഷീപ്പിനെയും കൂടെ ഇപ്പോൾ സ്പോണായി. നമുക്കൊരു കാര്യം ചെയ്യും, ഈ ഗ്രേ വൂള് നമുക്ക് ഇവിടെ വെച്ചേക്കാം തൽക്കാലം. ഓക്കെ, ഈ വൂള് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ല, കാരണം ഞാൻ ഡൈ കിട്ടാൻ എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്ത് വെച്ചിട്ട് ഡൈ കിട്ടാൻ കുറച്ച് ക്ഷാമം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വൂള് മാറിപ്പോയാൽ പിന്നെ ബെഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരേ കളറിലെ വൂള് വേണം നമുക്ക് ബെഡ് ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് അതേണ്ട ഇവിടെ ബ്ലൂ ഇതുണ്ടായിരുന്നു, നമുക്ക് വേണേൽ ഡൈ ആക്കാമായിരുന്നു. അതിനിപ്പോൾ സീനില്ല, നമുക്കേ പോയി ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് അവിടെ കിടക്കാം. അപ്പോൾ ഇനി ഇവിടെ വല്ലതും എന്താണ് കുറച്ച് പംകിൻസ് ഇരിക്കുന്നു, അതും കൂടി ഇങ്ങനെ എടുത്തേക്കാം ഗീസ്. ഓക്കെ, നമുക്ക് ഓരോരോ എപ്പിസോഡിൽ ഓരോരോ ഇതായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പംകിൻ എടുത്തു. ഓക്കെ, അപ്പോൾ ഒരു 6-7 പംകിൻ മതി. മതി നമുക്ക് ധാരാളം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പംകിന് 4 സീഡൊക്കെ വെച്ച് കിട്ടും. നമ്മൾ തൽക്കാലം പംകിൻ ഇത് മതി കേസ്. ഓക്കെ, അപ്പോൾ ഒരുപാടിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ഒരുപാട് എണ്ണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ബെഡ് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ബെഡിന് നമ്മുടെ വില്ലേജിലോട്ട് പോകാം. ഫുഡ് കുറച്ച് ആപ്പിൾ മാത്രം തിന്നാൽ നമുക്ക് ഇതാക്കാൻ ഒക്കത്തില്ല. നമുക്കേ കുറച്ച് ആനിമൽസിനെയൊക്കെ കൊല്ലേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് നേരെ വില്ലേജിലോട്ട് പോയിട്ട് നമ്മുടെ ഇതങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഇവിടെ എവിടെയോ വെച്ചായിരുന്നല്ലോ. ഇവിടെ അത് എൻ്റെ കയ്യിലുണ്ടോ ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ കയ്യിലോ. നമ്മൾ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ, വീട്ടിൽ വെച്ചായിരുന്നു തോന്നുന്നു കേട്ടോ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു വീട്ടിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മൾ തൽക്കാലം വീടാക്കി എടുത്ത സ്ഥലം കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വീടാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം ഞാനേ ഈ ഒരു ടോർച്ച് ഞാനെടുത്ത് കൈ നിങ്ങളെ പിടിച്ച് കാണിക്കാം, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുമല്ലോ. ഓക്കെ, അത് നമുക്ക് ഇതങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഓക്കെ, നമ്മൾ ഡബിൾ ക്ലിക്ക് അടിക്കണം കേട്ടോ. ഡബിൾ ക്ലിക്ക് അടിച്ചാലേ നമ്മുടെ കൈ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് കണ്ടോ, ഇത് നമ്മളിപ്പോൾ ഇനി മൈനിങ്ങിനൊക്കെ പോകാനാണെങ്കിൽ ഇത് സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ്. നമുക്ക് ഇതെടുത്ത് തൽക്കാലമേ നമ്മുടെ താഴെ വെച്ചാൽ കണ്ടോ. ഇത് നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ മതി. റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ക്രീപ്പറിൻ്റെ അമ്മച്ചിയെ പൊട്ടി ഖത്തം. എടാ ആ സ്ഥലം വൃത്തികേടാക്കിയടാ ഇവൻ. കണ്ടോ, നമ്മൾ ഡബിൾ ക്ലിക്ക് അടിച്ചാൽ നമ്മുടെ കൈ വരും. ഓക്കെ, അപ്പോൾ നമുക്കേ പോയി നമുക്ക് കിടന്നുറങ്ങാം. നമുക്ക് ആ സ്ഥലവും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ, കാരണം അവൻ വൃത്തികേടാക്കി എടുത്തിട്ടുണ്ട് ആ ക്രീപ്പർ ആ സ്ഥലം. പക്ഷെ എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും. നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് ബെഡ് എടുത്തിട്ടേ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. കാരണം ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ബെഡ് ഇടാനൊക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ടേ, ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല ബെഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സർവർ സീരീസ് എപ്പിസോഡിലെ ആദ്യത്തെ നൈറ്റ് നമ്മളിവിടെ സ്കിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമുക്കിനി ഒരു ഫർണസ് ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചെസ്റ്റിനകത്തെടുത്ത് വെച്ചേക്കാം. വേണ്ട ഈ പൊട്ടറ്റോ ഒക്കെ ഒരു സ്ഥലത്ത് വെക്കാം, കാരണം സ്ഥലം കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഇനി വെക്കാൻ പറ്റിയതായിട്ടൊന്നും ഇല്ല. ഒരു ഫർണസും ഉണ്ടാക്കിയെടുക്കണം, ഒരു സ്മോക്കർ വേണം, പിന്നെ ബാക്കി നമുക്ക് നേരെ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം കേസ്. ഓക്കെ, നമുക്ക് ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീനില്ലല്ലോ. ഓക്കെ, നമുക്ക് പോയേ
എന്തുവാ കുറച്ച് ഈ ക്രീപ്പർ പോയോ ഇല്ല, നമ്മുടെ പുറകെ ഉണ്ട്, ഓടിക്കോ. കാരണം പണി അതുകൊണ്ട് സോംബിയൊക്കെ നിൽക്കുന്ന കേസ് നമുക്കേ പോയി ഒരു ഇതുണ്ടാക്കി എടുത്തേക്കാം. നമ്മുടെ പിക്കാക്സ് അങ്ങോട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം ആദ്യം തന്നെ. പിക്കാക്സ് അല്ല, നമ്മുടെ ഫർണസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് അങ്ങോട്ട് കുഴിച്ചിട്ടേ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഇതങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ആകണം. പിന്നെ നമുക്ക് സ്റ്റോണും എടുക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു ഫർണസും ഒരു സ്മോക്കറും നമുക്ക് തൽക്കാലം ഉണ്ടാക്കാം. ബാക്കിയൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് എടുക്കാം. എത്ര എണ്ണം വേണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമുക്കേ 4 എണ്ണമായി. നമുക്ക് എല്ലാം കൂടെ ഒരു 25 എത്രയും കുറച്ച് എടുക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് അങ്ങോട്ട് എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മളെ 30 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 30 എണ്ണം നമ്മൾ ഇതുണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കോബിൾ സ്റ്റോൺ ഉണ്ടാക്കിയല്ല, എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ കളയാനുള്ള സമയമായി കേട്ടോ. നമ്മുടെ ഈ ഒരു പിക്കാക്സ് ഈ ഒരു ആക്സും ഒക്കെ കളയാനുള്ള സമയമായി. നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായി സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഈ ഒരു കേവിനകത്തോട്ട് കൊണ്ട് കളയാം. ഓക്കെ, ഇത് പോട്ടെ, പിന്നെ ഇതും പോട്ടെ, പിന്നെ നമ്മുടെ സോഡും പോട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് നേരെ പോയിട്ടേ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചായിരുന്നു. നമുക്ക് ടൂൾസ് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതങ്ങോട്ട് നേരെ ആക്കട്ടെ. ഓക്കെ, ഒരു സ്റ്റോൺ ആക്സ്, പിന്നെ ഒരു സ്റ്റോൺ പിക്കാക്സ്, അത് ഇരിക്കട്ടെ. പിന്നെ നമുക്കൊരു സോഡും കൂടെ വേണം. സോഡ് സോഡ്. ഓക്കെ, സോഡ്, പിന്നെ ഷവൽ ഒരെണ്ണം വെച്ചേക്കാം. കാരണം എന്താണെന്നറിയാം, നമുക്ക് ബേസ് പണിയണമെങ്കിൽ ഈ സ്ഥലം ക്ലീനാക്കാനേ നമുക്കപ്പോൾ ഇതിൻ്റെ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ അതും ഇരിക്കട്ടെ. പിന്നെ ഒരു ഹോയും കൂടെ ഫാമിന് വേണ്ടി. ഓക്കെ, സ്പിയറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ സ്പിയറിൻ്റെ വലിയ ഗുണമൊന്നും ഇല്ല ഈ സ്പിയറിന്. ഓക്കെ, അപ്പോൾ നമുക്കേ ഈ ഒരു ഫർണസ് ഇവിടെ ഉണ്ടാക്കി എടുക്കാം. ഒരു സ്മോക്കർ ഉണ്ടാക്കാനായിട്ട് ഒരു സ്മോക്കർ കൂടെ നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. സ്മോക്കർ ഒരെണ്ണമായി. ഓക്കെ, ഇനി ഒരു ഫർണസും കൂടി ഇരുന്നോട്ടെ. ഓക്കെ, സെറ്റ്. എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ മട്ടൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഫർണസിനല്ല സ്മോക്കറിനകത്തോട്ട് നമുക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ബേസിൽ പോട്ടെ ഗൈസ്. ഓക്കെ, ബേസിൽ പോയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് കഥ അങ്ങോട്ട് തുറന്നിട്ട് അകത്തോട്ട് കയറട്ടെ ഞാൻ. നമുക്ക് ഫർണസ് തൽക്കാലം ഫർണസ് സ്മോക്കർ ഈ ഒരു സൈഡിലായിട്ട് വെക്കാം അല്ലേ. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫർണസും സ്മോക്കറും ഈ ഒരു സൈഡിൽ ഇരിക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്മോക്കറിനകത്ത് നമ്മുടെ മട്ടൻ അങ്ങോട്ട് ഇടാം. ഓക്കെ, മട്ടനും അങ്ങോട്ട് ഇട്ടു. കുറച്ച് ബ്ലാങ്ക്സ് എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അവൻ ജോലി ചെയ്യേണ്ട ആദ്യമേ ഏറ്റെടുത്ത് കേട്ടോ. ഇതാണ്ട് ഇവൻ സ്മോക്കറിൻ്റെ സീനില്ല. നമുക്കേ അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഓഫ് ക്യാൻഡി ടോർച്ചൊക്കെ സെറ്റാണ്. നമുക്കിനി സൂം ചെയ്യാനായിട്ട് വേണ്ട, ഒന്നുകൂടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. നമ്മൾ ഷിഫ്റ്റിൽ ഡബിൾ ക്ലിക്ക് അടിച്ചാൽ നമുക്ക് സൂം ആയി വരും ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ സെറ്റാണ്. നമ്മളിവിടെ ഫുഡ് അടിക്കട്ടെ. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റായി ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ. ഓക്കെ, സെറ്റ്. നമ്മുടെ ഫുഡെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, കുറച്ച് ഫുഡിനുള്ള സോഴ്സൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ മരമൊക്കെ വെട്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എൻ്റെ ഈ ഷെയ്ഡർ പാക്ക് റിസർച്ച് പാക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, താഴെ കമൻറ്റ് ചെയ്താൽ ഞാനിത് തരുന്നതായിരിക്കും. ഇത് ബെഡ് റോക്ക് പ്ലേയേഴ്സിന് മാത്രമാണ് അവൈലബിൾ എന്ന് തോന്നുന്നു. ഓക്കെ, PC-യിൽ അവൈലബിൾ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ അതാണ് സംഭവങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാം ഗൈസ്. അറിഗാത്തോ.